ആയിട്ട് ഹണ്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പോട്ടറി മേക്കേഴ്സ് ഉണ്ട്, കാർപ്പൻട്രി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ഒക്കുപ്പേഷൻ്റെ ഭാഗമായിട്ട് പറയാം. എക്കണോമിക് ലൈഫ് ഓഫ് IVC ആണ് ഇതെല്ലാം. നമ്മൾ റിലീജിയസ് ലൈഫിലേക്കാണ് പോകുന്നത്. ലേറ്റർ വേദിക് കാലഘട്ടത്തിലെ റിലീജിയൻ എങ്ങനെയായിരുന്നു? നമ്മൾ ഏർലി വേദിക് കാലഘട്ടം പഠിച്ച സമയത്ത് എങ്ങനെയാണ് റിലീജിയനെ കുറിച്ച് പറഞ്ഞത്? അവർ നേച്ചറിനെ വർഷിപ്പ് ചെയ്തിരുന്നു. ഇന്ദ്ര, വരുണൻ, അഗ്നിദേവൻ, സൂര്യദേവൻ, ഇങ്ങനെ പല പല നാച്ചുറൽ ഗോഡ്സ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ആന്ത്രപ്പോമോർഫിക് ഫോമിലാണ്, മനുഷ്യന്റെ രൂപത്തിലാണ് ഇവർ ദൈവങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്, നേച്ചറിനെ വർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐഡൽ വർഷിപ്പ് ഇല്ല, അതായത് വിഗ്രഹാരാധന ഇല്ല, ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യാറില്ല, ഒരുപാടൊന്നും റിച്വലിസ്റ്റിക്കുമല്ല, ലെസ് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലീജിയസ് ലൈഫായിരുന്നു ഏർലി വേദിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ലേറ്റർ വേദിക് പീരീഡിൽ മാറും. ഈ കാലഘട്ടങ്ങളിൽ പതുക്കെ പതുക്കെ ഒരു സിംഗിൾ ഗോഡ് എന്നൊരു കോൺസെപ്റ്റ് എമേർജ് ആയി തുടങ്ങി. പണ്ട് നേച്ചറിനെ ആണല്ലോ വർഷിപ്പ് ചെയ്തത്, ഓരോ നാച്ചുറൽ ഗോഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാ ദൈവങ്ങൾക്കും മുകളിൽ നേച്ചറുമായി ബന്ധപ്പെട്ട നാച്ചുറൽ ഗോഡുകൾ ഉണ്ട്, പക്ഷെ അവർക്കും മുകളിൽ ഒരു സുപ്രീം ബീങ്, ഒരു സുപ്രീം ദൈവമുണ്ട് എന്നൊരു വിശ്വാസം ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ വന്നു തുടങ്ങി. ആ സുപ്രീം ഗോഡിനെ ഇവർ വിളിച്ചിരുന്ന പേരാണ് പ്രജാപതി അഥവാ ആദിപുരുഷ്. ആദിപുരുഷ് എന്നോ പ്രജാപതി എന്നോ പേരിൽ ഒരു സുപ്രീം ഗോഡിനെ ഇവർ കണ്ടു. അവർക്ക് താഴെയാണ് ഇന്ദ്രനും വരുണനും സൂര്യദേവനും എല്ലാം വരിക. മറ്റു ദേവതകളെല്ലാം അവർക്ക് താഴെയായിരിക്കും. ദർ ഇസ് എ സുപ്രീം ഗോഡ്. ആദിപുരുഷ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള രണ്ട് ദൈവങ്ങളായിരുന്നു വരുണനും ഇന്ദ്രദേവനും. ഓക്കെ, വരുണനും ഇന്ദ്രദേവനുമായിരുന്നു പിന്നെയുള്ള പ്രോമിനന്റ്. ബാക്കിയുള്ള ദൈവങ്ങളെല്ലാം പതുക്കെ ഡിക്ലൈൻ ചെയ്ത് തുടങ്ങി. ഇന്ദ്രനും വരുണനും പിന്നെയും കുറച്ച് നാളെങ്കിലും അങ്ങനെ ഒരു ദൈവത്തെ ഇവർ പ്രാർത്ഥിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആദിപുരുഷനായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, പുരുഷ സൂക്തം എന്ന് പറഞ്ഞ സെക്ഷനെ കുറിച്ച് പറഞ്ഞില്ലേ, ഋഗ്വേദത്തിനകത്ത് 10ാമത്തെ മണ്ഡലത്തിനകത്ത് പുരുഷ സൂക്തത്തിനകത്താണ് ചതുർവർണ്ണ സിസ്റ്റം മെൻഷൻ ചെയ്യുന്നത്. ഈ പുരുഷ സൂക്ത എന്തിനെ കുറിച്ചാണ് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ആദിപുരുഷനെ കുറിച്ചാണ്. ആദിപുരുഷനെ കുറിച്ച് പറയുന്ന ശ്ലോകങ്ങൾ അടങ്ങുന്ന സെക്ഷനാണ് പുരുഷ സൂക്ത. അതിൽ പറയുന്നത് എങ്ങനെയാണ്? ആദിപുരുഷന്റെ വായിൽ നിന്നും ബ്രാഹ്മണന്മാർ ജനിച്ചു, കൈകളിൽ നിന്നും ക്ഷത്രിയന്മാർ ജനിച്ചു, തുടയിൽ നിന്നും വൈശ്യാസ് ജനിച്ചു, കാൽപാദത്തിൽ നിന്നും ശൂദ്രാസ് ജനിച്ചു എന്നാ പറയുന്നത്. ബ്രാഹ്മണന്മാരുടെ ജോലി എന്താ? മന്ത്രങ്ങൾ പറയാന്നുള്ളല്ലേ. അതുകൊണ്ട് വായിൽ നിന്നും, ആദിപുരുഷന്റെ വായിൽ നിന്നും ബ്രാഹ്മണന്മാർ ജനിച്ചു. കൈകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യോദ്ധാക്കന്മാർ, യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ് ക്ഷത്രിയന്മാർ. അവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളൊരു ഓർഗനാണ് നമ്മുടെ കൈകൾ എന്ന് പറയുന്നത്. അതുപോലെ തുട കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്, എക്കണോമിക് ഡോമിനേഷൻ ആണ്. ഒരു രാജ്യത്തിന്റെ നട്ടെല്ല് അല്ലെങ്കിൽ തുടയൽ എന്നൊക്കെ പറയുന്നത് വൈശ്യാസാണ്. വൈശ്യാസ് എത്ര സ്ട്രോങ് ആണോ അത്രയും ആ രാജ്യം സ്ട്രോങ് ആയിരിക്കും. അപ്പൊ വൈശ്യാസിനെ തുടയുമായിട്ട് അവരെ സിംബലൈസ് ചെയ്തു. ആൻഡ് ശൂദ്രാസിന്റെ ജോലി എന്താ? കർഷകരല്ലേ പ്രധാനപ്പെട്ട മെജോറിറ്റി. അപ്പൊ അതുകൊണ്ട് അവർ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, അവരെ കാൽപാദം വെച്ച് സിംബലൈസ് ചെയ്തു. ഇങ്ങനെയാണ് പുരുഷ സൂക്തയ്ക്കകത്ത് എക്സ്പ്ലനേഷൻ ഉള്ളത്. അപ്പൊ അത് ജോബിന്റെ ബേസിസിലും വർണ്ണയുടെ ബേസിസിലുമാണല്ലേ ചതുർവർണ്ണ സിസ്റ്റം വന്നിട്ടുള്ളത്. അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. നേരത്തെ കാലഘട്ടത്തിൽ റിച്വൽസ് അധികം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദ നമ്പർ ഓഫ് റിച്വൽസ് ആൻഡ് ദ സാക്രിഫൈസസ് ഗോട്ട് ടു ഇൻക്രീസ്. അത് പതുക്കെ പതുക്കെ കൂടാൻ തുടങ്ങി. കുറച്ചുകൂടെ ഹൈലി റിച്വലിസ്റ്റിക് ആയി മാറി. നമ്മൾ അശ്വമേധം, വജപേയം, രാജസൂയം എന്നൊക്കെ പറഞ്ഞില്ലേ. ബ്രാഹ്മണന്മാരുടെ പവർ കൂടിയപ്പം റിച്വൽസിന്റെ എണ്ണവും കൂടി. റിച്വൽസിന്റെ എണ്ണം കൂടുമ്പോൾ കുറച്ചുകൂടി സൊസൈറ്റി സ്ട്രിക്റ്റ് ആയിട്ട്, റിജിഡ് ആയിട്ട് മാറാൻ തുടങ്ങുന്നു, കൺസർവേറ്റീവ് ആയിട്ട് മാറാൻ തുടങ്ങുന്നു. ഓക്കെ, ദാറ്റ് വാസ് ഈ കണ്ടീഷൻ. ചില ഭാഗങ്ങളിൽ ഐഡൽ വർഷിപ്പ് ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ. എല്ലാ ഭാഗങ്ങളിലും നല്ല ചില ഭാഗങ്ങളിൽ ഈ ശിവലിംഗത്തെ വർഷിപ്പ് ചെയ്ത് തുടങ്ങുന്നതൊക്കെ ഈ സമയത്തുണ്ട്. ഓൾറെഡി ഇൻഡസ് വാലി സിവിലൈസേഷനിലൊക്കെ നമ്മൾ കണ്ടതാണ് ശിവലിംഗത്തിന്റെ കോൺസെപ്റ്റ്. ലിംഗം യോനി വർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വേദിക് പീരീഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഈ ലേറ്റർ വേദിക് പീരീഡിലാണെന്നാണ് പറയപ്പെടുന്നത്, ഐഡൽ വർഷിപ്സ്. അതുപോലെ രണ്ട് കോൺസെപ്റ്റുകൾ, ധർമ്മ, ഋത, ഈ രണ്ട് കോൺസെപ്റ്റുകളുടെ പ്രോമിനൻസും ഈ കാലഘട്ടത്തിൽ കൂടുന്നുണ്ട്. ധർമ്മം എന്നാൽ ഞാൻ പറഞ്ഞു ഡ്യൂട്ടീസ്, ഒരാളുടെ ഡ്യൂട്ടി. അയാൾ ആ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ധർമ്മത്തെ പുള്ളി ഇത് ചെയ്യുന്ന പോലെയാണ്, അല്ലെങ്കിൽ അതിനെ മാറ്റുന്ന പോലെയാണ്.
അപ്പൊ ധർമ്മം ദൈവവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നാ പറയുന്നത്. നല്ല ധർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലത് കിട്ടും എന്നുള്ള ആംഗിളിൽ. കർമ്മമല്ല, ധർമ്മം. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ദൈവം പ്രീതിപ്പെടും എന്ന് പറയുന്ന ഒരു സങ്കല്പം. ജോലികൾക്ക്, ചെയ്യുന്ന വർക്കിന്, ചെയ്യുന്ന ഡ്യൂട്ടിക്ക് ഗോട്ട് മോർ ഇമ്പോർട്ടൻസ്. ഓക്കെ, ധർമ്മ മീനിങ് വൺസ് ഡ്യൂട്ടി ടു വൺ സെൽഫ് ആൻഡ് ടു അതേഴ്സ്. അതുപോലെ ഋത എന്ന് വെച്ചാൽ ഒരു കോസ്മിക് നിയമമാണ്, ഒരു ഫണ്ടമെന്റൽ ലോ ആണ്. ഈ ലോകത്തെ എല്ലാ ജീവജാലങ്ങളും വർക്ക് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ നിയമപ്രകാരമാണ്. നമ്മൾ കോസ്മിക് റിതം എന്നൊക്കെ പറയത്തില്ലേ, there is a rhythm, there is a cosmic law, a cosmic cycle is there എന്ന് പറയുന്ന ആ ഫണ്ടമെന്റൽ നിയമത്തെയാണ് നമ്മൾ ഋത എന്ന് പറയുന്നത്. ഈ ഋതം വെച്ചിട്ടായിരിക്കും ലോകത്തുള്ള എല്ലാം വർക്ക് ചെയ്യുക. സൃഷ്ടി, ദ വർക്കിംഗ് ഓഫ് സൃഷ്ടി is based on this ഋത. ഓക്കെ, ഈ രണ്ട് കോൺസെപ്റ്റുകൾ ഈ കാലഘട്ടത്തിൽ എമേർജ് ആയി വന്നു എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ നോക്കിയേ, സൊസൈറ്റി കുറച്ചുകൂടി റിജിഡ് ആവുന്നു, കൺസർവേറ്റീവ് ആവുന്നു, വിമന്റെ കണ്ടീഷൻ മോശപ്പെടാൻ തുടങ്ങുന്നു. പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ രാജാവിന്റെ പവർ കൂടുന്നു, കൂടെ ബ്രാഹ്മണിക്കൽ പവറും കൂടുന്നു. സഭാസമിതി പോലത്തെ പൊളിറ്റിക്കൽ ബോഡീസിന്റെ പവർ കുറഞ്ഞു. അഗ്രികൾച്ചർ ബിക്കെയിം എ ചീഫ് ഓക്കുപ്പേഷൻ അല്ലെ. റിലീജനിലേക്കാണെങ്കിലും ആദ്യ പുരുഷ എന്ന സങ്കല്പം വരുന്നു. നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കോൺസെപ്റ്റുകൾക്ക് തുടക്കം കുറിക്കുന്നു. ലൈക്ക് ധർമ്മ, ഋത പോലുള്ള കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള എലമെന്റുകൾ മതത്തിൽ കയറി വരുന്നു. ഇതെല്ലാം ലേറ്റർ വേദിക് പീരീഡിലാണ് വരുന്നത്. സോ ദർ ആർ ഡിഫറൻസ് ബിറ്റ്വീൻ ലേറ്റർ ആൻഡ് ദി ഏർലി വേദിക് പീരീഡ്. നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ടാബ്ലർ കോളം പോലെ വരച്ചിട്ട്, ടേബിൾ വരച്ചിട്ട് ഏർലി ലേറ്റർ എന്ന രീതിയിൽ കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്. താങ്ക് യു.